പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ഏവർക്കും സ്നേഹം നിറഞ്ഞ വിഷുദിനാശംസകൾ. പൊൻകണി എന്ന കഥ കേൾക്കൂ. കാട്ടിലും വിഷുക്കാലമെത്തി. മഞ്ഞക്കണിക്കൊന്നകൾ സ്വർണപ്പൂക്കൾ വിടർത്തി തെളിഞ്ഞു നിന്നു. കൊന്നപ്പൂക്കൾ വിടർന്നു കാട്ടിൽ പൊൻകണിയായെങ്ങും. പൂത്തമരത്തിൻ കമ്പുകൾ കാറ്റിൽ മുഴക്കി വിഷുമേളം. കുഞ്ഞൻ മുയലിനും കൂട്ടുകാർക്കും വിഷുക്കണി ഒരുക്കാൻ മോഹമായി. അവർ തെന്നാരിപ്പാടത്തെ ചിന്നൻ കുറുക്കനോട് ചോദിച്ചു, മിന്നാരം കാട്ടിലെ പൂവനത്തിൽ പൊന്നിൻ കണിയൊന്നു വയ്ക്കുവാനായി ചിന്നക്കുറുക്ക ചങ്ങാതി വെള്ളരിയൊന്നു പറിച്ചു തരൂ. വെള്ളരി ഒന്നോ രണ്ടോ തരാം, പക്ഷേ വിഷുക്കട്ട ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്കും തരണം, ചിന്നൻ കുറുക്കൻ പറഞ്ഞു. അതിനെന്താ വിഷമം, വിഷുവിന് വന്നോളൂ. അവർ നേരെ പോയത് മിന്നനെല്ലിയുടെ അടുത്താണ്. മിന്നും പൊന്നും പൊന്നുണ്ണി, നെല്ലിൻ കതിർക്കുല തന്നിടുമോ, നല്ല പലഹാരമുണ്ടാക്കാൻ പുന്നല്ലരി വേണം കൂട്ടുകാരാ. നെന്മണിയൊക്കെ തരാം, പക്ഷേ ഞങ്ങൾക്കും പലഹാരം വേണം, മുയൽക്കുട്ടികൾ സമ്മതിച്ചു. അടുത്തതായി അവർ ചില്ലമരത്തിൽ ചാടി നടക്കുന്ന കുഞ്ഞണ്ണാനെ പോയി കണ്ടു. കുഞ്ഞണ്ണാനെ ചങ്ങാതി, കൊന്ന മരത്തിൻ പൂങ്കുലകൾ ഒന്നു പറിച്ചു തരാമോ നീ, നല്ല കണിയൊന്നു വച്ചിടുവാൻ. ധാരാളം കൊന്നപ്പൂക്കൾ പറിച്ചു കൊടുത്ത അണ്ണാനും വിഷുപ്പലഹാരങ്ങൾ തരാമെന്ന് സമ്മതിച്ചു. വിഷു ദിവസം രാവിലെ മുയൽക്കുട്ടികളുടെ മാളത്തിന് സമീപത്ത് അവർ അതിമനോഹരമായി വിഷുക്കണി ഒരുക്കി. മുയലമ്മ രാവിലെ തന്നെ എഴുന്നേറ്റ് വിഷുക്കട്ടയും പലഹാരങ്ങളും ഒരുക്കി. കാട്ടിലെ കൂട്ടുകാരെല്ലാം വരിവരിയായി വന്ന് വിഷുക്കണി വച്ചു. ചന്തമെഴും വിഷുക്കണി കാണാൻ കാട്ടിലെ മൃഗസംഘമെത്തിയല്ലോ. വന്നവരെല്ലാം മടിയാതെ സമ്മാനങ്ങൾ കൊടുത്തല്ലോ. കണി കാണാൻ വന്നവരെല്ലാം മുയൽക്കുട്ടികൾക്ക് വിഷു കൈനീട്ടവും സമ്മാനങ്ങളും കൊടുത്തു. മുയലമ്മ അവർക്കെല്ലാം പലഹാരങ്ങൾ നൽകി. എന്നിട്ട് അവരെല്ലാവരും ഒരുമിച്ച് കമ്പിത്തിരിയും പൂത്തിരിയും മത്താപ്പും കത്തിച്ചു. പടക്കം പൊട്ടിച്ചുല്ലസിച്ചു. കമ്പിത്തിരിയും പൂത്തിരിയും കുരവപ്പൂവും ചക്രവുമായി വിഷുഘോഷങ്ങൾ മുഴക്കാനായി കാടും മേടും ഒരു മനമായി ഒന്നു ചേർന്നു വിഷുനാളിൽ ഒരു മനമായിട്ടാഘോഷിച്ചു. അവരുടെ ഒത്തൊരുമയും സ്നേഹവും കണ്ട് സന്തോഷത്തോടെ വിഷുപക്ഷികൾ ചിലച്ചു.